നല്ലൊരു കോഴ്സ് അതായത് ഇപ്പൊ ഞങ്ങൾ തന്നെ പല ക്യാപ്റ്റന്മാരും എത്ര ക്യാപ്റ്റന്മാരും പൈലറ്റുമാരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലോ പല പോർട്ടുകളിലും ഈ BFSC കഴിഞ്ഞിട്ട്. പക്ഷെ ഇതെല്ലാം ഇത്രയൊക്കെ ഔട്ട്പുട്ട് ഉണ്ടായിട്ടുമാണ് ആ കോഴ്സ് സ്റ്റോപ്പ് ചെയ്തത്. അതൊരു യുണീക് കോഴ്സായിരുന്നു. സെയിം ടൈം ഫിഷറീസും നോട്ടിക്കൽ സയൻസും ഒരേ സ്ട്രീമിൽ കൊടുക്കുകയാണ്. 4 ഇയർ പ്രൊഫഷണൽ ഗ്രാജുവേഷൻ ആയിരുന്നു. അതായിരുന്നു അതിന്റെ പ്രത്യേകത. വെരി യുണീക് ഗ്രാജുവേഷൻ ആയിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അത് അവരൊരു സാധാരണ ഒരു ഫിഷറീസ് ഡിഗ്രി അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ്സ് ഫോറിൻ നേഷനിൽ നടക്കുന്നുണ്ട്. അതേപോലുള്ള സയന്റിഫിക് എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ഇവിടെ ഇല്ല. അതിന്റെ കുറെ ഇമ്പാക്റ്റുകൾ നമ്മുടെ ഫിഷിംഗ് സെക്ടറിലും ഉണ്ട്. ഇപ്പൊ ആകെ ലാസ്റ്റ് വന്നത് 2006 ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യക്ക് 2 ചൈനീസ് വെസലാണ് വന്നത് ഫോർ മോണോഫിലമെന്റ് ട്യൂണ ലോങ് ലൈൻ. അതിനുശേഷം ഒരു വെസലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മെയിൻ്റെനൻസ് കൊടുക്കുന്ന 5 തവണ കൊടുക്കുന്ന ക്യാഷ് മതി ഒരു വെസലിന്റെ. അതാണ് ഞാൻ ചിന്തിച്ചത്. നമ്മൾ ഈ കടന്ന് ചിന്തിച്ച് ഒരുപാട് കാട് കയറണ്ട, സിംപ്ലി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പുതിയ വെസൽ വാങ്ങിക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 10 വർഷം കൊണ്ട് 2014 സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സാണ് സിഫ്നെറ്റ്. ബിക്കോസ് ഇതിനകത്തുള്ള ഒരു വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം ലൈഫ് സ്പാൻ 20 ഇയേഴ്സ് ആണ്. 20 ഇയേഴ്സ് കഴിഞ്ഞ് ഡബിളായി. അപ്പൊ ഒരു ആഫ്റ്റർ 15 ഇയേഴ്സ് ഇത് ട്രിപ്പിൾ ആവും ഇല്ലേ? അതാണ് ഇതിനകത്തുള്ള ഒരു മോസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ്. അപ്പൊ അത് നമുക്ക് കവർ ചെയ്യണം. ഇത് പ്രസന്റ് ചെയ്യേണ്ട രീതിക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണത്. പക്ഷെ നിങ്ങൾ അതിന്റെ മെത്തഡ് ഓഫ് വേ റൈറ്റ് അല്ലായിരുന്നു ഇതുവരെ നിങ്ങൾ ഇന്ന് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അതിനെ നമുക്ക് ക്ലിയർ ചെയ്ത് എന്ന് പറയുന്നത് തന്നെ ഈ വെസൽസ് ആണ്. കാരണം നമ്മളുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് VNC വെസൽ നാവിഗേറ്റർ കോഴ്സ് അല്ലെങ്കിൽ മറൈൻ ഫിറ്റർ കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ജോബ് ഓറിയന്റഡ് കോഴ്സസ് ആണ്. അപ്പോൾ ആ ജോബ് ഓറിയന്റഡ് കോഴ്സസിൽ നമ്മൾ ഏറ്റവും പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത് ഓൺ ബോർഡ് വെസൽസിൽ തന്നെയാണ്. അപ്പോൾ ഈ വെസൽ ഉള്ളതാണ് സിഫ്നെറ്റിന്റെ അല്ലെങ്കിൽ FSIയുടെ ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ ആണെങ്കിലും സിഫ്നെറ്റ് ആണെങ്കിലും ഒരു ഗ്രാൻഡ് ലെവൽ അതെ അതിന്റെ ഒരു പ്രൊഫഷ്യൻസി എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ഉണ്ടെങ്കിൽ ഇപ്പോൾ ഐ പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ സിഫ്നെറ്റേറിയൻ, ഐ എം എ സിഫ്നെറ്റ് സ്റ്റുഡന്റ്. They both are സിഫ്നെറ്റ് സ്റ്റുഡൻസ്. അപ്പൊ ഞങ്ങൾ ഈ ലെവലിലേക്ക് വന്നത് അങ്ങനെ പഠിച്ചാലും കടലിൽ ജോലിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കടലിൽ വരാതെ നമ്മൾ ഫിറ്റ് ആവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് സീ സിക്നെസ് നമുക്ക് ആദ്യം കടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സീ സിക്നെസ് ഫീൽ ചെയ്യും, ഉണ്ടാവും. അപ്പൊ ആ ഒരു സീ സിക്നെസ് ഇഡ്നെസ് അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഒരു പരിധി ഓവർകം ചെയ്തിട്ടാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി നേടിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടഫ് ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ ആദ്യം കൊടുക്കുന്നത്. അതാണ് സിഫിന്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയി പോണ ഒരു ട്രെയിനിയും നാളെ പിന്നോക്കം പോവില്ല. ഇപ്പൊ ഈ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഫോറിനിലുള്ള ഫിഷിംഗ് വെസൽസ് ക്യാപ്റ്റനായാലും ചീഫ് എഞ്ചിനീയേഴ്സ് എല്ലാവരും സിഫ്നെറ്റ് കാൻഡിഡേറ്റ്സ് ആണ്. ഇതൊന്നും ആരും ഇവിടെ കാണിക്കുന്നില്ല. പഠിച്ചു പോണവരല്ല. നമ്മുടെ ആ ഓർഗനൈസേഷന്റെ ആണെങ്കിലും മിനിസ്ട്രിയുടെ ആയാലും അവരത് ആവശ്യപ്പെടും.